ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ +1 കെമിസ്ട്രിയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ദ ബ്ലോക്സ് ഇൻ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ. The blocks in the modern periodic table. The modern periodic table is divided into 4 blocks based on the subshell in which the last electron enters. അപ്പോൾ 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മോഡേൺ പീരിയോഡിക് ടേബിളിനെ. എന്ത് വെച്ചിട്ട്? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ ഫില്ലാകുന്നത് അത് വെച്ചിട്ട് 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അതൊക്കെയാണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യാം. ദ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദീസ് ആർ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ. ഇതിലുള്ള എലമെൻറ്റ്സ് എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ. ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലാണ് എന്ത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലാകുന്നത്. ദേ ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ഓഫ് ദി ഗ്രൂപ്പ്സ് 1 and 2. അപ്പോൾ ഇത് ഈ എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 1ലും 2ലുള്ള എലമെൻറ്റ്സ് ആണ്. ദെയർ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS1 ഓർ NS2. അവയുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? എസ് സബ്ഷെല്ലാണ് ഫില്ലാവുക. അതായത് NS1 അല്ലെങ്കിൽ NS2 എന്നായിരിക്കും. ദേ ആർ ഓൾ റിയാക്റ്റീവ് മെറ്റൽസ് വിത്ത് ലോ അയണൈസേഷൻ എൻതാൽപ്പീസ്. അപ്പോൾ എന്താണ്? റിയാക്റ്റീവ് മെറ്റൽസ് ആണ് വിത്ത് ലോ അയണൈസേഷൻ എൻതാൽപ്പി. ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്നുള്ളതൊക്കെ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവ എന്താണ്? ദേ ആർ ഓൾ റിയാക്റ്റീവ് മെറ്റൽസ് വിത്ത് ലോ അയണൈസേഷൻ എൻതാൽപ്പീസ്. They lose their outermost electrons readily to form +1 or +2 ions. അപ്പോൾ ഇതിലുള്ള ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ പെട്ടെന്ന് ലോസ് ആവും. റിയാക്ഷൻ നടക്കുമ്പോൾ പെട്ടെന്ന് ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ലോസ് ആവും. എന്നിട്ട് ഏത് ചാർജ് ആവും? +1 അല്ലെങ്കിൽ +2 അയോൺസ് ആവും. Their metallic character and reactivity increases down the group. അപ്പോൾ ഈ എലമെൻസിൻ്റെ മെറ്റാലിക് ക്യാരക്ടറും അതുപോലെ റിയാക്ടിവിറ്റി ഒക്കെ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഇൻക്രീസ് ആവും. ദേ മെയിൻലി ഫോം അയോണിക് കോമ്പൗണ്ട്സ്. ഇവ മെയിൻലി അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഒന്നെന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ദീസ് ആർ എലമെൻറ്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി ഔട്ടർമോസ്റ്റ് പി സബ്ഷെൽ. ഇത് ഏതാണ് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ഔട്ടർമോസ്റ്റ് പി സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ആകുന്നത്? ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലിലാണ് എൻ്റർ ആകുന്നത്. ദേ ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് 13 to 18. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സിലുള്ള എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ദേ ആർ ആൾസോ കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നും ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കും. ദെയർ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP 1 to 6. The 18th group elements are called noble gases. ഈ 18th ഗ്രൂപ്പ് എലമെൻസിനെ എന്ത് വിളിച്ചു? നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നു. ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. അവയ്ക്ക് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. Their non-metallic character increases from left to right. Non-metallic character എവിടെ നിന്ന് എങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ആവും. പിന്നെ പീരീഡ് ആൻഡ് അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു പീരീഡിൽ പോകുമ്പോൾ അവയുടെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവും. ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. മെറ്റാലിക് ക്യാരക്ടർ എവിടുന്ന് എങ്ങോട്ട് ഇൻക്രീസ് ആവും? മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവും.
മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസി, അത് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആ ടെൻഡൻസി കൂടും. അതുപോലെ പീരിയഡിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഈ പി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസാണ് പറയുന്നത്. പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇലക്ട്രോണ് കൊടുക്കാനുള്ള ടെൻഡൻസി കുറയും. അതാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിനെ കുറിച്ചും ഓരോ ഇലക്ട്രോൺ അതിനെക്കുറിച്ചൊക്കെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ദീസ് ആർ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി പെനാൾട്ടിമേറ്റ് ഡി സബ്സെൽ. ഇതേതാണ് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? പെനാൾട്ടിമേറ്റ് ഡി സബ്സെല്ലിലാണ്. എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് 3 to 12. അപ്പോൾ ഇതേതാണ്? ഇതിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ട്. ദേ ആർ ആൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇവ എന്തും വിളിക്കും? ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും വിളിക്കും. സിൻസ് ദേ ഷോ എ ട്രാൻസിഷൻ ഫ്രം ദി മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ടു ദി ലീസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്തുകൊണ്ട്? ദേ ഷോ എ ട്രാൻസിഷൻ. ഇത് ഏതിനും എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും നടുവിലാണ്. അപ്പോൾ അവ ഒരു ട്രാൻസിഷൻ കാണിക്കുന്നു ഫ്രം മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എസ് ബ്ലോക്ക്, ഇലക്ട്രോ പോസിറ്റീവ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്ന് ടു ദി ലീസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് പി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഇത് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എസ് ബ്ലോക്കിൽ നിന്ന് ലീസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് പി ബ്ലോക്കിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഇത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ അവയെ എന്ത് വിളിച്ചു? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിച്ചു. ദെയർ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് n-1 d 1 to 10 ns 0 to 2. n-1 d 1 to 10 ns 0 to 2. They are all metals. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. ഫോം കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഓർ അയോൺസ് അല്ലെങ്കിൽ അയോൺസ് ഫോം ചെയ്യും. കളേർഡ് കോമ്പൗണ്ട്സ് ഓർ അയോൺസ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് വാലൻസീസ്. അതായത് പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും കാണിക്കും, അതുപോലെ പല വാലൻസീസും കാണിക്കും. പാരാമാഗ്നറ്റിസം ആൻഡ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കും? പാരാമാഗ്നറ്റിസം കാണിക്കും, അതുപോലെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ അവയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞാണ്. ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് വാലൻസീസ്, പാരാമാഗ്നറ്റിസം ആൻഡ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. ഇനി അടുത്തായി പറയാൻ പോകുന്നത് ദ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദീസ് ആർ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദി ആൻറ്റി പെനാൾട്ടിമേറ്റ് എഫ് സബ്ഷെൽ. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. n-2 n-1, അതായത് n കഴിഞ്ഞ് n-2ലുള്ള എഫിലാണ് എഫ് സബ്സെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്. അതിനാണ് ഈ ആൻറ്റി പെനാൾട്ടിമേറ്റ് എഫ് സബ്സെൽ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ഡി ബ്ലോക്കിൽ പറഞ്ഞിരുന്നു പെനാൾട്ടിമേറ്റ്, അതായത് n-1 കഴിഞ്ഞ് അതിന് മുമ്പുള്ള n-1ലുള്ള ഡിയിലാണ് പോയി ഫില്ലാകുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് പെനാൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ആൻറ്റി പെനാൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പെനാൾട്ടിമേറ്റിൻ്റെ മുമ്പുള്ളത്, അതായത് അതിനു മുമ്പ് n-1 അതിനു മുമ്പ് n-2ലുള്ള എഫിലാണ് ഫില്ലാകുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ. ദേ ഇൻക്ലൂഡ് ലാന്തനൈറ്റ്സ് ഓഫ് 6th പീരീഡ്. എഫ് ബ്ലോക്ക് ഏതാണ്? ലാന്തനൈറ്റ്സ് ഓഫ് 6th പീരീഡും അതുപോലെ ആക്റ്റിനൈറ്റ്സ് ഓഫ് 7th പീരീഡും. ഏതൊക്കെയാണ്?
6th പീരീഡിൽ ലാന്തനൈറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 14 എലമെൻറ്റ്സ്. ഏത് സീറിയം മുതൽ ലൂട്ടീരിയം വരെയുള്ള ലാന്തനൈറ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ലാന്തനൈറ്റ്സ് എന്ന് പറയാൻ കാരണം അവയെ അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ലാന്തനം എന്ന എലമെൻറ്റിന് ശേഷമാണ് ഈ 14 എലമെൻറ്റ്സ് വരുന്നത്. അതുകൊണ്ടാണ് ലാന്തനൈറ്റ്സ് എന്ന് അതിന് പേര് കൊടുത്തത്. അതുപോലെ 7th പീരീഡിലുള്ള 14 എലമെൻറ്റ്സ് ഏതിന് ശേഷമാണ്? ആക്ടീനിയം എന്ന എലമെൻറ്റിന് ശേഷമാണ് 14 എലമെൻറ്റ്സ് വരുന്നത്. ആക്ടീനിയം എന്ന എലമെൻറ്റ്സിന് ശേഷം തോറിയം ടു ലോറൻഷ്യം. അറ്റോമിക് നമ്പർ അനുസരിച്ച് ആക്ടീനിയം എന്ന എലമെൻറ്റിന് ശേഷം തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 എലമെൻറ്റ്സ് ആണ് 7th പീരീഡിലുള്ള 14 എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എഫ് ബ്ലോക്കിൽ വരുന്നത്? ഏതൊക്കെയാണ്? ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും. ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ആണ് എഫ് ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ കയ്യിൽ വെക്കുക. ബുക്കിലുള്ളതാണെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ കയ്യിൽ വെച്ച് നോക്കുക. ഈ ലാന്തനൈഡ്സ് എന്താണ്, അതുപോലെ ആക്ടിനൈഡ്സ് എന്താണ്, അത് രണ്ടുമാണ് ഏതിൽ അങ്ങനെ 28 14 14 28 എലമെൻറ്റ്സ്. അതാണ് ഏതിൽ വരുന്നത്? എഫ് ബ്ലോക്കിൽ വരുന്നത്. They are also called inner transition elements. They are also called inner transition elements. അതായത് എഫ് ബ്ലോക്കിന് എലമെൻറ്റ്സിന് എന്ത് വിളിച്ചു? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഇടയിലുള്ളത് എന്നുള്ളൊക്കെ ഒരു മീനിങ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. Their general outer electronic configuration is n-2 f1 to 14, n-1 d0 to 1, ns2. അപ്പോൾ ഇവിടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് n-2 f1 to 14, n-1 d0 to 1, ns2. They are all metals. ഇവ എല്ലാം എന്താണ്? എല്ലാ എലമെൻസും എഫ് ബ്ലോക്ക് എലമെൻസും മെറ്റൽസ് ആണ്. വിത്തിൻ ഈച്ച് സീരീസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ സിമിലർ. ഓരോ സീരീസിന് ആയിട്ട് എടുക്കുമ്പോൾ ഇതിലുള്ള എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സിമിലർ ആണ്. ആക്ടിനോയിഡ് എലമെൻറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. ആക്ടിനോയിഡ് എലമെൻറ്റ്സ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. എലമെൻറ്റ്സ് ആഫ്റ്റർ യുറേനിയം അറ്റോമിക് നമ്പർ 92. എലമെൻറ്റ്സ് ആഫ്റ്റർ uranium atomic number 92 in the actinide series are called transuranium elements or transuranic elements or artificial elements. അപ്പോൾ ഈ യുറാനിയത്തിന് ശേഷമുള്ള ആക്ടിനൈഡ് സീരീസിലെ യുറാനിയത്തിന് ശേഷമുള്ള എലമെൻസിന് എന്ത് വിളിച്ചു? ട്രാൻസ്യുറാനിയം, അല്ലെങ്കിൽ ട്രാൻസ്യുറാനിക്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് എന്ന് വിളിച്ചു. അതായത് ആക്ടിനൈഡ് സീരീസിലെ യുറേനിയത്തിന് ശേഷമുള്ള എലമെൻസിനെ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്യുറാനിയം അല്ലെങ്കിൽ ട്രാൻസ്യുറാനിക് എലമെൻറ്റ്സ് എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഇത്രയാണ് 4 ബ്ലോക്കുകൾ ഡിസ്കസ് ചെയ്ത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, അതുപോലെ എഫ് ബ്ലോക്ക്. ഇനി ഇതിലടുത്ത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് എന്ന ടോപ്പിക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.